ഈ വിധി വന്നതിന് ശേഷം പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഞാൻ കോടതിയിൽ നീറുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്റെ നീറ്റൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ നീറ്റലായിരുന്നു നല്ലത്. കാരണം അതൊരു കഥയാണ്, വേദനിപ്പിക്കുന്നത്. എനിക്കിപ്പം വേദനിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാലേ ഇപ്പം ഞാൻ കരഞ്ഞാൽ കോടതിയിൽ കേസ് പറയാൻ പോയി ഒരു പ്രോസിക്യൂട്ടറാണ് പറയുന്നത്, അതും ഇത്രയും വലിയ കേസുകൾ നടത്തിയ. അതെ, നിസ്സാരക്കാരനല്ലാന്ന് നമുക്കറിയാം. അദ്ദേഹം പറയാണ് പൊതുജനത്തോട്, മാധ്യമങ്ങളോട്. സാർ അനുഭവിച്ചത് എനിക്ക് എന്തൊരു സങ്കടം ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഞാൻ പുറകിലിരുന്ന ഒരാളല്ലേ. വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രോസിക്യൂട്ടർ അല്ലേ അയാൾ. പ്രോസിക്യൂട്ടർ അല്ലാന്ന് വിചാരിക്കും, ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ കുഴപ്പമില്ല. എന്തൊരു സീനിയറായിട്ടുള്ള, എന്തൊരു അറിവുള്ള, എന്തൊരു നിയമജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ് സാർ ആയതുകൊണ്ട്. സാർ പക്ഷെ ഒരു ദൃഢനിശ്ചയത്തിന് ഇടയ്ക്ക് എന്നോട് പറയും, മിനി എന്ത് വന്നാലും ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഈ കേസ് തീർത്തിട്ടേ ഞാൻ വരൂ. സാർക്ക് അറിയണം, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അദ്ദേഹം അന്ന് വാക്കുകൾ പൂർത്തിയാക്കാതെയാണ് അത് പോയത്. സാർക്ക് അറിയണം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ തോളിൽ തട്ടി, സാറേ ഞാനില്ലേ സാറേ എന്ന് പറഞ്ഞു, ഞാനുണ്ടല്ലോ കൂടെ.